സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോ ആ ഒരു കൊട്ട് കേട്ടിരിക്കും. എന്തിനാണ് ആ പാവങ്ങൾ അവിടെ ആ വെയിലത്ത് നിന്ന് കൊട്ടുന്നതെന്നൊരു ചെറിയ സംശയം ഈ സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് എനിക്ക് ഉണ്ടായി കേട്ടോ. ചില ആളുകളൊക്കെ എന്റെ തൊട്ടടുത്തിരുന്നിട്ട് പ്രഹസനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് ആ കൊട്ടുന്ന ആളുകൾ എന്തായാലും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ല. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ആളുകൾ ആ കൊട്ടൊക്കെ നിർത്താൻ ചെറിയ സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മലയാളി ഫ്രം ഇന്ത്യ ആ ഒരു സിനിമ കണ്ടു. ഡിജോയുടെ സിനിമയാണ്. ഡിജോയുടെ സിനിമ മുമ്പത്തെ സിനിമ നമുക്ക് അറിയാം, ജനഗണമന എന്ന് പറയുന്ന സിനിമയാണ്. ശക്തമായിട്ടും നമ്മുടെ ഹിന്ദുത്വ വർഗീയ ശക്തികൾക്കെതിരെ, RSSനെതിരെ നല്ല കൊട്ടുകൊടുത്തുകൊണ്ടുള്ള, ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യ സംഭവങ്ങൾക്കെതിരെ കൃത്യമായും ചില കൊട്ടുകൊടുത്തുള്ള ഒരു സിനിമയായിരുന്നു നമ്മുടെ ജനഗണമന എന്ന്. ഡിജോ ആ ഒരു ശൈലി ഇതുവരെ വിട്ടുമാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ടില്ല. തന്റെ ഈ ഒരു പുതിയ സിനിമയിലും കൃത്യമായിട്ടും RSSനെതിരെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്കെതിരെയുള്ള കൊട്ട് കൃത്യമായിട്ട് കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഈവൻ അതിൻ്റെ ഒരു ട്രെയിലറിന്റെ ഭാഗമായിട്ട് എന്താണ് ഒരു വാക്കുണ്ട്, നമ്മുടെ ഈ സിനിമയുടെ പേര് വെച്ച് തന്നെ ഒരു സംഗതി പറയുന്നുണ്ട്. നമ്മുടേത് ഭാരതമല്ലേ, ഇന്ത്യയാണ് വേണ്ടത്, നമുക്ക് ഇന്ത്യ മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്രെയിലറൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. എന്തൊക്കെയായാലും ഇതൊക്കെ തെളിയിക്കുന്നത് ഡിജോ അദ്ദേഹത്തിന്റെ സിനിമ മുഴുവൻ തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന് വേണ്ടി എന്ന രീതിയിൽ സിനിമ എടുക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമൂഹത്തെ ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സിനിമയാണെന്ന് മുൻകൂട്ടി പറയുകയാണെങ്കിൽ ശരിയാണെന്ന് കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് സിനിമയാണ് നമ്മുടെ നിവിൻ പോളിയുടെ ഈ ഒരു പുതിയ സിനിമ. എന്തൊക്കെയാലും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന രീതിയിലും പറയണ്ട, എനിക്ക് ഒട്ടും തന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിരുന്നില്ല. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ആവേശം എന്ന് പറയുന്ന സിനിമ കണ്ടത്. അങ്ങനെ ഒരുപാട് അതിന് തൊട്ട് മുമ്പ് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഇങ്ങനെ ഒരുപാട് സിനിമ അനുഭവങ്ങളൊക്കെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഒട്ടും തന്നെ ദഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സിനിമയായി പോയി നമ്മുടെ ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. കാരണം ഞാൻ ഇതിനൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ ശ്രീകൃഷ്ണ ജയന്തി, പലപ്പോഴും ശ്രീകൃഷ്ണ ജയന്തിയിലാണ് അല്ലെങ്കിൽ ഒരു നോമ്പ് കാലഘട്ടത്തിലാണ് നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ചില മത സൗഹാർദ്ദങ്ങളെ പറ്റി നമ്മളൊക്കെ ഫോട്ടോകളൊക്കെ കാണാറുള്ളത്. അല്ലെങ്കിൽ ശബരിമല കാലത്ത് ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, ക്രിസ്ത്യൻസ് 3 പേര് ഒരുമിച്ച് ഫോട്ടോയിൽ ഇങ്ങനെ അണിനിരന്നിരിക്കുന്ന അതിഗംഭീര മത സൗഹാർദ്ദ ഫോട്ടോസുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതേപോലത്തെ ഒരു സൗഹാർദ്ദ പരിപാടിയായിരുന്നു ഈ ഒരു സിനിമ നമുക്ക് തോന്നിപ്പോകും. ഞാൻ പറഞ്ഞു വെച്ചത്, ശ്രീകൃഷ്ണ ജയന്തിക്ക് പലപ്പോഴും കാണുന്ന സീനാണ് പർദ്ദയിട്ട ഒരു ഉമ്മ അല്ലെങ്കിൽ പർദ്ദയിട്ട ഒരു സ്ത്രീ അതിന്റെ മകനെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണ വേഷം കെട്ടിയിരിക്കുന്നു. ഇത് കാണുമ്പോൾ രോമാഞ്ചം കൊള്ളുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ രോമാഞ്ചം കൊള്ളുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും രോമാഞ്ചം കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഈ സിനിമയിൽ ഒരുപാട് സംഗതികൾ അങ്ങനെ കുത്തി നിറച്ചിട്ടുണ്ട്. ആദ്യ ഒരു ഫസ്റ്റ് ഹാഫിലേക്ക് പോകുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിപ്പോയത്, ഇദ്ദേഹത്തിന് നല്ല സിനിമകൾ കിട്ടുന്നില്ലല്ലോ. നിവിൻ പോളി ഒറ്റയ്ക്ക് മലയാളത്തിൽ നിൽക്കുന്ന ഒരു നെപ്പോട്ടിസത്തിന് ഒരു സഹായമില്ലാത്ത ഒരാളെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ചെങ്ങാതിക്ക് നല്ലൊരു സിനിമകളൊന്നും കിട്ടാത്ത, നല്ല സ്ക്രിപ്റ്റ് ഒന്നും കയ്യിലേക്ക് കിട്ടാത്ത എന്ന് മനസ്സിലാവുന്നില്ല. ഈ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മലയാളി ഇന്ത്യ മലയാളി എന്നുള്ള സാധനം ഇങ്ങനെ കുത്തി തിരക്കി വെച്ചിട്ട് ഓരോ തവണ മലയാളി എന്ന് കേൾക്കും തോറും ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നൊക്കെ തോന്നിപ്പോയി. ഞാൻ കണ്ടത് ഫസ്റ്റ് ഷോ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിവിൻ പോളിയുടെ ആരാധകരൊക്കെ ആ സിനിമയ്ക്കുണ്ട്. അത് തെളിയിക്കുന്ന രീതിയിൽ ഞങ്ങളെ തൊട്ട് പുറകിലായിട്ട് മധ്യഭാഗത്ത് കുറച്ച് പേര് ഇരുന്നിട്ട് എന്തിനും കൈയടിക്കുന്നുണ്ട്, എല്ലാറ്റിനും കൈയടിക്കുന്നുണ്ട്. സ്വാഭാവികമാണ്, ഇങ്ങനത്തെ ഫാൻസ് ഷോ അല്ലെങ്കിലും ഫസ്റ്റ് ഷോയിൽ കയറി കഴിഞ്ഞ് ഇത്തരം കോമളിത്തരൊക്കെ നമുക്ക് കാണേണ്ടി വരും. എല്ലാ ഡയലോഗും കൈയടിക്കുക. എനിക്ക് തോന്നിപ്പോയത് ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരുപാട് തമാശകൾ കുത്തിറച്ചിട്ടുണ്ട്, ഔട്ട്ഡേറ്റഡ് തമാശകൾ. ഒരു തരത്തിൽ നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യാൻ കഴിയാത്ത കുറെ കോമഡി, ഈവൻ സംവിധായകനടക്കം അതിലേക്ക് വന്നിട്ട് ചില കോമഡികളൊക്കെ അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അമ്പേ പരാജയമായിരുന്നു. പിന്നീട് ഒരു ഫോഴ്സ്ഡ് പൊളിറ്റിക്സ് ആയിരുന്നു. പൊളിറ്റിക്സ് കൃത്യമായിട്ട് അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് സെക്കൻഡ് ഹാഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ആളുകൾക്ക് വ്യക്തമാവുകയുള്ളൂ എന്ന് തോന്നലിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു ഫോഴ്സ്ഡ് പൊളിറ്റിക്സ് ഒക്കെ അതിൽ മനഃപൂർവ്വം പറയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരള നാടിന് മലയാളികൾ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റിംഗ് നടത്തുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് ഒരുപക്ഷെ എനിക്കതൊന്നും കൊണ്ട് ഏശുന്നില്ല. ഈ ബൂസ്റ്റിംഗ് ആയിക്കോട്ടെ, ഇനിയിപ്പോ ആ ഫോഴ്സ്ഡ് പൊളിറ്റിക്സ് ആയിക്കോട്ടെ, നമുക്കത് മനസ്സിലാവും. ദിസ് ഈസ് കോൾഡ് ഫോഴ്സ്ഡ് പൊളിറ്റിക്സ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പലപ്പോഴും ചില രംഗത്തൊക്കെ ഞാൻ പറഞ്ഞ ഒരു ടീം ഇരുന്ന് ചിരിക്കുമ്പോൾ എൻ്റെ ഒപ്പം വന്ന സുഹൃത്തിനെ മുഖത്തേക്ക് നോക്കി, അത് എൻ്റെ മുഖത്തേക്ക് ഇട്ട് ഒരു അവിഞ്ഞ നോട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നു എന്നല്ലാതെ വേറെ സംഭവിച്ചിട്ടില്ല. ആകെ മൊത്തം ടോട്ടൽ നോക്കുമ്പോൾ തിരക്കഥയിൽ ഗംഭീര പാളിച്ചയാണ്. നമുക്കൊരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ഇത് അവസാനിക്കില്ലേ, ഈ സിനിമ അവസാനിക്കില്ലേ, ഇനി ഇത് എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത് എന്ന് ഭയങ്കര സംശയം തോന്നുന്ന രീതിയിലേക്കാണ് ആ ഒരു സിനിമ
കൊണ്ടുപോകുന്നത് തിരക്കഥയില്. ഒപ്പം തന്നെ ഇതിലെ പാട്ടുകളൊക്കെ ഒന്നുപോലും നമ്മൾ ഫീൽ ചെയ്യിക്കത്തില്ല. ചില പാട്ടുകളൊക്കെ അതിന്റെ ഇടയിൽ അനാവശ്യമായിട്ട് കുത്തി നിറച്ച് വെച്ച ഒരു പാട്ട് പോലത്തെ, അങ്ങനെ സിനിമ ഇങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പാട്ട് വെക്കുന്നു. ഒപ്പം ആ പാട്ട് രംഗത്തിലെ അഭിനയങ്ങള്, പാട്ട് രംഗത്തില് ഇവനും നായികയുമായിട്ടുള്ള ചില ഡയലോഗുകളൊക്കെ അമ്പേ ബോറായിരുന്നു. ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നല്ല ചൂടത്തൊന്ന് പോയിട്ട് തണുപ്പ് കൊള്ളാൻ വേണ്ടിയിട്ട് സിനിമയിൽ ഇരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പോയി ഇരിക്കാവുന്ന ഒരു സിനിമ മാത്രമായിട്ട്, പക്ഷേ എനിക്ക് ഈ ഒരു സിനിമ ഒരു ആവറേജ് സിനിമ എന്ന രീതിയിൽ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിവിൻ പോളിയുടെ ഗംഭീര അഭിനയം എന്ന രീതിയിലോ, അദ്ദേഹത്തിന് അഭിനയിക്കാനൊക്കെ അറിയാം, ഗംഭീരമായിട്ട് ചെയ്യും. പക്ഷെ അതിനെപ്പറ്റിയ സിനിമ കിട്ടണ്ടേ, അതിനെപ്പറ്റിയ നല്ല കഥകൾ കിട്ടണ്ടേ, നല്ല തിരക്കഥ കിട്ടണ്ടേ? ഇതൊന്നുമല്ല എന്നതാണ് സംഭവം. പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിരാശപ്പെടുത്തി, സംഘികൾക്കുള്ള കൊട്ടൊക്കെ നിരാശപ്പെടുത്തി എന്ന് പറയാം. ബൈ.